أعوذ بالله من الشيطان الرجيم يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം പരമാവധി കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഭയഭക്തിയും തഖ്വയും വർദ്ധിപ്പിച്ചു നൽകി അവൻ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുവാൻ സൗഭാഗ്യം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യനിൽ ആദ്യം ശരിയാവേണ്ടത് ഏത് കാര്യമാണ് എന്ന ചോദ്യത്തിന് ഇസ്ലാമിൽ ഒരു ഉത്തരം മാത്രമേയുള്ളൂ. അത് അല്ലാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം രൂഢമൂലമാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഈമാൻ എന്ന് അറബിയിൽ ചുരുക്കി പറയുന്നത് അതിനെ സംബന്ധിച്ചാണ്. തഖ്വ എന്ന് ചുരുക്കി പറയുന്നതും അതേ കാര്യത്തെ സംബന്ധിച്ചു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ തന്റെ സ്രഷ്ടാവായ അല്ലാഹുവിനെ അറിയലും ആ അല്ലാഹു നമ്മളിലേക്ക് ദൂതനായി അയച്ചിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശരിയായ നിലക്ക് അറിയലും താൻ മരണം വരെ തന്റെ ജീവനേക്കാൾ ഏറ്റവും തനിമയോടുകൂടി കൊണ്ടു നടക്കേണ്ടുന്ന ആദർശമായ ഇസ്ലാം ദീൻ എന്താണെന്ന് മനസ്സിലാക്കലും ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ എന്ന് പറയുന്നത് അവകാശവാദങ്ങൾ കൊണ്ട് നേടുന്ന ഒരു കാര്യമല്ല. അഥവാ ഞാൻ മുഅ്മിനാണ് എന്ന് ഞാൻ നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ഞാനും മുസ്ലിമാണ് എന്ന് ഞാൻ അവകാശപ്പെട്ടതുകൊണ്ടും കാര്യമില്ല. മഹാനായ പ്രസിദ്ധ താബിഈ പണ്ഡിതനായ ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തമായ വഴി കാണിച്ചു തരുന്ന വാചകമാണ്. ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തഹല്ലി വലാകിൻ മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമലു. എന്താണ് ആ പറഞ്ഞതിന്റെ ആശയം? എന്താണ്? ഈമാൻ എന്ന് പറയുന്നത് ബിത്തമന്നി, കേവലം വ്യാമോഹങ്ങളല്ല. ഞാനും വിശ്വാസിയാണ് എന്നുള്ള എന്റെ മോഹമോ എന്റെ പുറത്തേക്കുള്ള പറയലുകളോ അല്ല ഈമാൻ. വലാ ബിത്തഹല്ലി, കേവലം ചില ജാടകൾ കാണിക്കലും ആൾക്കൂട്ടത്തിനിടയിൽ ചില പ്രത്യേകമായ രൂപത്തിൽ ജീവിക്കലുമല്ല ഈമാൻ എന്ന് പറയുന്നത്. മറിച്ച് എന്താണ് ഈമാൻ? വലാകിൻ മാ വഖറ ഫിൽ ഖൽബി, ഒരാളുടെ ഹൃദയത്തിൽ വേരൂന്നേണ്ടുന്ന കാര്യമാണ് ഈമാൻ. ഒരാളുടെ ഹൃദയത്തിൽ അത് ആഴ്ന്ന് ഇറങ്ങണം, അതാണ് ഈമാൻ. ഈമാൻ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയാൽ അയാളുടെ ഓരോ അവയവങ്ങളിലൂടെയും അതിൻ്റെതായ പ്രകടനങ്ങൾ ഉണ്ടാകും. അതാണ് വസദ്ദഖഹുൽ അമലു. ആ ഈമാനിനെ അവന്റെ പ്രവർത്തനങ്ങൾ സത്യപ്പെടുത്തുകയും ചെയ്യും. അഥവാ ഒരാൾ ഈമാനൊക്കെ എന്റെ ഖൽബിലാണ്, അത് നിങ്ങളെ കാണിക്കേണ്ട കാര്യമല്ല, നിങ്ങളെ അറിയിക്കേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു ഒരാൾ അവകാശവാദിയായി കൊണ്ട് നടന്നിട്ട് പ്രയോജനമില്ല. വേറെ ചില ആളുകൾ ആൾക്കൂട്ടത്തിനിടയിൽ ചില ഈമാനികമായ കാര്യങ്ങളും ഹാവഭാവങ്ങളുമൊക്കെ നടപ്പിലാക്കിയത് കൊണ്ടും കാര്യമില്ല. രണ്ടും പരസ്പരം ഉണ്ടെങ്കിലേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയും വേണം, പ്രവൃത്തിയിൽ അത് കാണുകയും വേണം. ഇതാണ് ഈമാൻ എന്ന് വളരെ വ്യക്തമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് നന്മ ചെയ്യാൻ തോന്നണമെങ്കിൽ, ഒരു മനുഷ്യന് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ സാധിക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഈമാൻ ആഴ്ന്ന് ഇറങ്ങുക തന്നെ വേണം. അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയായാൽ ആ ആളുള്ളയിടത്ത് നന്മകൾ ചെയ്യും, ആ ആള് കാണുന്നുണ്ടെങ്കിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കും. നേരെ മറിച്ചോ ആൾക്കൂട്ടം തിന്മയുടെ ആളുകളാണെങ്കിൽ അവരോടൊപ്പം ഞാനും ഒഴുകും. ആൾക്കൂട്ടം നന്മയുടെ ആളുകളാണെങ്കിൽ അവരോടൊപ്പം ഞാനും നന്മ ചെയ്യും. ഇത് ശുദ്ധമായ കാപട്യമാണ്. ഇത് ഇഖ്ലാസല്ല. മറിച്ച് ആൾക്കൂട്ടത്തിലാണെങ്കിലും സ്വകാര്യതയിലാണെങ്കിലും എന്നെ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, എന്നെ അവൻ സദാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവനറിയാതെ ഒന്നും എനിക്ക് ചെയ്യാനാവില്ല, പറയാനാവില്ല എന്ന കൃത്യവും വ്യക്തവുമായ ഒരു ബോധം ഒരാളിൽ ആഴ്ന്നിറങ്ങിയാൽ പിന്നെ അവനെ നിയന്ത്രിക്കാൻ ആരും വേണ്ടി വരില്ല. അവൻ സ്വയം തന്നെ എല്ലാ നന്മകൾക്കും വേണ്ടി മുന്നിലുണ്ടാകും. അവൻ സ്വയം തന്നെ എല്ലാ തിന്മകളിൽ നിന്നും എവിടെയായാലും അവൻ വിട്ടുനിൽക്കുകയും ചെയ്യും. ഇതാണ് സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യം. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാം വരുന്ന കാലത്ത് ആ രാജ്യത്ത് എല്ലാ തിന്മകളും നടമാടിയിരുന്നു. ഇന്ന് അതിന്റെയൊക്കെ ഒരു മോഡേൺ വേർഷനാണ് നടക്കുന്നതെങ്കിൽ അതിന്റെ ഒരു പഴയകാല വെർഷനുകൾ ആ കാലഘട്ടത്തിലും നിലനിന്നിരുന്നു. ശിർക്കുണ്ട്, കുഫറുണ്ട്, അശ്ലീലതകളുണ്ട്, വ്യഭിചാരങ്ങളുണ്ട്, ലഹരിയുണ്ട്, കലഹങ്ങളുണ്ട്, എല്ലാ വേണ്ടാത്തരങ്ങളും ആ കാലത്തും ഉണ്ടായിരുന്നു. ആ ജനതയെ അള്ളാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചുകൊണ്ട് അള്ളാഹു നന്നാക്കിയെടുത്ത രൂപം എങ്ങനെയായിരുന്നു? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കേട്ടോളൂ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യം ഞങ്ങൾക്ക് ഇറങ്ങിയ സൂറത്തുകളൊക്കെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും പരലോക വിശ്വാസത്തെക്കുറിച്ചും ഖബർ ജീവിതത്തിന്റെ അതിഭയാനകമായ അവസ്ഥകളെ കുറിച്ചുമൊക്കെ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സൂറത്തുകളായിരുന്നു ആദ്യം ഇറങ്ങിയിരുന്നത്. എന്തിന്? ജനങ്ങളിൽ പടച്ചവനെ പേടിയുണ്ടാക്കാൻ, അള്ളാഹുവിനെ ഭയമുണ്ടാക്കാൻ, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അവിടെ എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും എന്ന ബോധ്യമുണ്ടാക്കാൻ ആദ്യം ഒരാളോട് നീ നിസ്കരിക്കണം, നീ കള്ളുകുടിക്കരുത്, നീ വ്യഭിചരിക്കരുത് എന്ന് ഫ്രീ ആയ മനസ്സുള്ള ഒരു പുതിയ ഒരാളോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. കാരണം അവനത് ബോധ്യമാവണം. എന്തുകൊണ്ട് ഞാൻ മദ്യപിച്ചുകൂടാ? എന്തുകൊണ്ട് ഞാൻ ഒരു ഹറാമ് ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഞാൻ ഒരു നല്ല കാര്യം ചെയ്യണം? അത് അയാളുടെ ഉള്ളിൽ ബോധ്യമാകണം. വേറൊരാള് പറഞ്ഞിട്ടും പ്രേരിപ്പിച്ചിട്ടും വേറെ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടുമൊക്കെ ആയാൽ അതിന് ഇഖ്ലാസ് ഉണ്ടാവില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധമായ കാപട്യത്തിന്റെ മുഖം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആദ്യം ശ്രദ്ധിച്ചത് എന്താണ്? മനുഷ്യർക്ക് സ്വന്തം തന്നെ പടച്ചവനെ പേടിയുണ്ടാക്കുക. അതിനുവേണ്ടിയാണ് ഇപ്പൊ വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കൂ, 114 അധ്യായങ്ങളുണ്ട്, സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന സൂറത്തുകൾ മദീന ജീവിതത്തിന്റെ കാലത്താണ് ഇറങ്ങുന്നത്. ആദ്യം മക്കയിൽ ഇറങ്ങിയ സൂറത്തുകളിലൊന്നും നിയമങ്ങൾ പഠിപ്പിച്ചിരുന്നില്ല. ആദ്യം ഇതാ പറഞ്ഞിരുന്നത്, അള്ളാഹുവിനെ പേടിക്കണം. എന്തുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല, ഈ തഖ്വക്കുള്ള കാരണം പഠിപ്പിക്കുകയായിരുന്നു ആദ്യകാലത്ത്. ഇനി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് നോക്കൂ. അങ്ങനെ ഈ സൂറത്തുകളൊക്കെയാണ് ആദ്യം ഞങ്ങൾക്ക് ഇറങ്ങിയിരുന്നത്. ഹത്താ ഇദാ സാബൻ നാസു ഇലൽ ഇസ്ലാം, അങ്ങനെ ജനങ്ങൾക്ക് ഇസ്ലാമിനോട് മതിപ്പും പടച്ചവനെ പേടിയും ഒക്കെ അവരുടെ ഹൃദയത്തിൽ ആണ്ടിറങ്ങി എന്ന് ബോധ്യമായപ്പോൾ നസലൽ ഹലാലു വൽ ഹറാം, ഇസ്ലാമിലെ വിധിവിലക്കുകളുള്ള ആയത്തുകൾ ഇറങ്ങിത്തുടങ്ങി. ഇനി പറയുന്ന വാചകം ശ്രദ്ധിച്ചു നോക്കൂ. വലൗ നസല അവ്വല ശൈഇൻ, ആദ്യമെങ്ങാനും ഇറങ്ങിയിരുന്നത് ലാ തശറബുൽ ഖംറ, നിങ്ങൾ മദ്യപിക്കരുത് എന്ന ആയത്തായിരുന്നു ആദ്യം ഇറങ്ങിയിരുന്നതെങ്കിൽ ലഖാലു, ജനങ്ങൾ പറയുമായിരുന്നു ലാ നദഉൽ ഖംറ അബദാ, ഞങ്ങൾ ഒരിക്കലും മദ്യം ഉപേക്ഷിക്കുകയില്ല എന്ന്.
അതേപോലെ തന്നെ വലൗ നസല ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുതേ എന്ന ആയത്തായിരുന്നു ആദ്യം ഇറങ്ങിയിരുന്നതെങ്കിൽ ജനങ്ങളൊക്കെ ഒന്നടങ്കം പറയുമായിരുന്നു ലാ നദഉ സിനാ അബദാ, ഞങ്ങൾ വ്യഭിചാരം ഒരിക്കലും ഒഴിവാക്കുകയില്ല എന്ന്. എന്താ കാരണം? ദുനിയാവിൽ ഏറ്റവും സുഖമുള്ള കാര്യമാണ്, പിന്നെ എന്തിനാ അത് ഒഴിവാക്കണേ? എന്താ ഒഴിവാക്കേണ്ട കാര്യം? അതുകൊണ്ട് തന്നെ നിയമങ്ങളൊക്കെ, നിർദ്ദേശങ്ങളൊക്കെ, വിധിവിലക്കുകളൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന്റെ മുമ്പേ ഇസ്ലാം ആദ്യം ജനങ്ങളെ പഠിപ്പിച്ചത് എന്താണ്? എന്തുകൊണ്ട് മദ്യപിച്ചുകൂടാ, എന്തുകൊണ്ട് മദ്യപിച്ചാൽ പ്രശ്നമാണ്, എന്തുകൊണ്ട് വ്യഭിചാരം തെറ്റാണ്, മരണത്തിന്റെ ശേഷം ഒരു ജീവിതം വരാനുണ്ട്, അവിടെ കിടക്ക് പറയേണ്ടി വരും. ആ ബോധ്യം ഒരാളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാതെ പേടിപ്പിച്ചിട്ടും കണ്ണുരുട്ടിയിട്ടുമൊന്നും ഒരാളെയും നന്നാക്കാൻ കഴിയില്ല. ഇതാണ് ഇസ്ലാം വളരെ പ്രാഥമികമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ റബ്ബിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, മരിക്കണം എന്ന ചിന്തയെ കുറിച്ച്, മരണാനന്തരം ഒരു വിചാരണ വരാനുണ്ട് എന്ന ജീവിതത്തെ സംബന്ധിച്ചൊക്കെയുള്ള വിശ്വാസം ഒരാളിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ മറ്റൊരാള് പ്രേരിപ്പിക്കാതെ തന്നെ അയാൾ പള്ളിയിൽ വരും, അയാൾ നിസ്കരിക്കും, അയാള് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യും, സദഖ കൊടുക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും. അതേപോലെ തന്നെ ആരും കാണുന്നില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ എന്ന നിലക്ക് അയാൾ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കും. ഇല്ലെങ്കിൽ കുട്ടികൾ പുതപ്പിനുള്ളിൽ ഫോണുകൾ വർക്ക് ചെയ്യും, നമ്മൾ വർക്ക് ചെയ്യും, ആരാരും കാണാതെ വാതിലിന് കുറ്റിയിട്ട് ഫാൻ ഹൈ സ്പീഡിൽ തിരിച്ച് ഹറാമുകളുടെ ലോകത്തേക്ക് നമ്മളും പോകും. എങ്ങനെയാണെങ്കിൽ എനിക്കെന്റെ മക്കള് കാണുന്നത്, എന്റെ ബാപ്പ കാണുന്നത്, എന്റെ ഭാര്യ കാണുന്നത്, എന്റെ ഭർത്താവ് കാണുന്നത്, എന്റെ അയൽക്കാരറിയുന്നത്, എന്റെ നാട്ടുകാരറിയുന്നതാണ് ഞാൻ ഭയപ്പെടുന്നതെങ്കിൽ ഞാൻ അതൊക്കെ ആരും കാണാത്ത സ്വകാര്യ ഇടങ്ങളിൽ ഞാൻ ആ തിന്മകളൊക്കെ ചെയ്യും. മാത്രല്ല അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ നന്മകൾ ചെയ്യുന്നതെങ്കിൽ അവരൊക്കെ കാണുമ്പോ ഞാൻ നന്മ ചെയ്യും, അല്ലെങ്കിലോ ആ നന്മകളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കും. ഇതെന്തിന്റെ കുറവാ? ഇത് ഈമാനിന്റെ കുറവാണ്. ഓരോരുത്തരും അവരവരോട് ചോദിക്കുക, എന്റെ ഹൃദയത്തിൽ ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ആർക്ക് വേണ്ടിയാണ്? ഞാൻ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ് എന്ന്. അതല്ലെങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കപട വിശ്വാസികളുടെ അടയാളമായി പരിശുദ്ധ ഖുർആൻ നോട്ട് ചെയ്തോളൂ. സൂറത്തുൻ നിസായിലെ 108-ാമത്തെ ആയത്തിൽ അല്ലാഹു വളരെ ഗൗരവത്തോടെ പറയുന്നു, അവരുടെ സ്വഭാവം യസ്തഖ്ഫൂന മിനന്നാസ്, അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർ പേടിക്കുന്നത് ജനങ്ങളെയാണ്. ജനങ്ങൾ കാണുമ്പോ അവൻ നന്മ ചെയ്യും, ജനങ്ങൾ കാണുമ്പോ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കും. അവൻ അത് മാത്രമാണ് പേടിക്കുന്നത്. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവര് അല്ലാഹനെ പേടിക്കുന്നില്ല, അവര് അല്ലാഹനെ പേടിക്കുന്നില്ല. ഏതാണ്, ആരാണല്ലാഹ്? വഹുവ മഅഹും, അവൻ അവരോടൊപ്പം എപ്പോഴും ഉണ്ടല്ലോ. ഇത് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗൽ, അല്ലാഹുവിന് തൃപ്തിയില്ലാത്ത പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ സ്വകാര്യതയുടെ നിമിഷങ്ങളിൽ ആരും അറിഞ്ഞില്ലെന്ന നിലക്ക് അവര് ചെയ്യുമ്പോ അവര് മനസ്സിലാക്കണ്ടേ, ആരാരും അറിയുന്നില്ലെങ്കിലും എന്റെ റബ്ബ് അറിയുന്നുണ്ടല്ലോ എന്ന്. വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീതാ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും വലയം ചെയ്തിരിക്കുകയാണ്. എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. ആ റബ്ബിനെയല്ലേ ഭയപ്പെടേണ്ടത്. അപ്പൊ എന്താണ് ഈ മുനാഫിക്കിന്റെ ലക്ഷണം? ആളുകൾ കാണുമ്പോൾ നല്ലവരായി നടിക്കും, ഏകാന്തതയിലും സ്വകാര്യതയിലും ആളുകൾ കാണാത്ത അവസ്ഥയിലും അവൻ പാപങ്ങളിൽ അഭിരമിക്കും, തെറ്റുകളിൽ അവൻ ഏർപ്പെടും. അത്തരത്തിലുള്ള ആളുകളുടെ മാനസികാവസ്ഥയാണ് പരിശുദ്ധ ഖുർആനി പറഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ മുമ്പിൽ അപമാനം ഭയന്ന് തിന്മകൾ മറച്ചുവെക്കാൻ അവർ കാട്ടുന്ന ശ്രദ്ധ സർവവും കാണുന്ന പടച്ച റബ്ബിന്റെ കാര്യത്തിൽ അവർ കാണിക്കുന്നില്ല. ഇത് ശരിയായ തഖ്വയില്ലായ്മയുടെയും സ്വയം ബോധ്യത്തിന്റെ അഭാവവുമാണ് വ്യക്തമാക്കി തരുന്നത്. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതെന്താണ്? എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, അൻ തഅബുദല്ലാഹ് കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ഏത് നിമിഷത്തിലും നിന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് എന്താണ്? അല്ലാഹു എന്നെ കാണുന്നുണ്ട്. നീ അല്ലാഹനെ കാണുന്നത് പോലെ നീ അവനെ ആരാധിക്കണം.
എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നമുക്ക് അല്ലാഹനെ കാണാൻ കഴിയൂലല്ലോ ഈ ഭൂമിയിൽ വെച്ച്, അതുകൊണ്ട് നീ നിന്റെ മനസ്സിനെ പഠിപ്പിക്കണം, ഞാൻ അങ്ങോട്ട് എന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന ബോധം, ആ ബോധ്യം സദാ ഒരു ആണിന്റെയും പെണ്ണിന്റെയും മനസ്സിലുണ്ടായാൽ അവൻ പിന്നെ നന്മകൾ ചെയ്യുന്നത് ആരുടെയും കൈയടിക്ക് വേണ്ടിയായിരിക്കുകയില്ല. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആരെങ്കിലും അറിയുമോ കാണുമോ എന്ന് പേടിച്ചുകൊണ്ടായിരിക്കില്ല. എന്റെ റബ്ബാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്ന ബോധ്യമായിരിക്കും അവനുണ്ടാവുക. ആ ബോധത്തോടുകൂടെ അല്ലാത്ത മനുഷ്യന്മാർ അവർ ഒപ്പം കൂടികളായിരിക്കും. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തകൂനു ഇമ്മഅ, നിങ്ങൾ നിലപാടില്ലാത്ത ഓന്തുകളാകരുത്, ഓന്തിനെ പോലെ നിങ്ങൾ നിറം മാറരുത്, നിങ്ങൾ അവസരവാദികളാവരുത്. ഇമ്മഅത്തുൻ എന്ന അറബിയിലെ പ്രയോഗം ഒപ്പം കൂടികളാവുക എന്നുള്ളതാണ്. സമൂഹത്തിൽ, ആൾക്കൂട്ടത്തിൽ നല്ലവരോടുകൂടെയാകുമ്പോ ഞാനും നന്മകൾ ചെയ്യുക, തിന്മകൾ ചെയ്യുന്ന ആളുകളോടൊപ്പമാകുമ്പോ ഞാനും അതിന്റെ കൂടെ കൂടി ആ തിന്മയിൽ ഞാനും, അതേ തിന്മ ഞാനും പ്രവർത്തിക്കുക. അതേപോലെ നിങ്ങൾ ആവരുത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓർഡർ നോക്കൂ, വലാകിൻ വത്തിനു അൻഫുസകും, നിങ്ങൾ നിലപാടുള്ളവരാകണം. ചുറ്റുമുള്ളവർ നല്ലത് ചെയ്യുമ്പോൾ നല്ലവനാവുക എന്നുള്ളത്, അതേപോലെ തന്നെ ചുറ്റുമുള്ളവർ തിന്മയോ മോശപ്പെട്ട കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഉള്ളിൽ ബോധ്യമില്ലെങ്കിലും അതിന്റെ കൂടെ ചാടി വീഴുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ മനസ്സുകളിൽ ഉറച്ച ബോധ്യവും നിലപാടും നിങ്ങൾ രൂപപ്പെടുത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിലപാടുള്ളവനായിരിക്കണം മുസൽമാൻ. ലോകം മുഴുവൻ തെറ്റിലേക്ക് പോയാലും എന്റെ നാഥന് മുമ്പിൽ ഞാൻ ഉത്തരം പറയണം, എന്റെ മനസ്സ് ആ തെറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന ഉറച്ച ബോധ്യമുള്ള ആളുകൾ ആരൊക്കെ തിന്മയിലേക്ക് പ്രോത്സാഹിപ്പിച്ചാലും ആ തിന്മ അവർ ഏറ്റെടുക്കുകയില്ല. തഖ്വയുള്ള ഒരാളും അടിയൊഴുക്കുകളിൽ പെട്ട് ഒഴുകിപ്പോകുന്ന ചണ്ടി ചവറുകളായി മാറുകയില്ല. മറിച്ച് ഏത് മലവെള്ളപ്പാച്ചിലിന്റെ ഇടയിലും ഉറച്ചു നിൽക്കുന്ന പാറക്കെട്ടുകൾക്ക് സമാനമായിരിക്കും നിലപാടുള്ള മുസ്ലിം. അല്ലാത്തവനോ ഒഴുക്കിനനുസരിച്ച് നീന്തിപ്പോകുന്ന ചവറ് ചണ്ടിയായി കിടന്നുകൊടുക്കും. അതിന് പ്രയാസമൊന്നുമില്ല. നിലപാടുള്ളവർ ഏത് ഒഴുക്കിലും തന്റെ ആദർശം തനിക്ക് പ്രധാനമാണെന്ന നിലയ്ക്ക് ഒഴുക്കിനെതിരെ അവൻ തുഴയേണ്ടിടത്ത്, നീന്തേണ്ടിടത്ത്, ഉറച്ചു നിൽക്കേണ്ടിടത്ത് അവൻ നിലപാടിൽ ഉറച്ചു നിൽക്കും. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ചിന്ത മനുഷ്യന്റെ മനസ്സിൽ ഇല്ലാതാക്കുവാൻ ചെകുത്താൻ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എടാ, നീ മാത്രം വിട്ടുനിന്നാൽ നീ ഒറ്റപ്പെടും എന്ന ചിന്ത. നീ ഒറ്റപ്പെടും ആളുകൾക്കിടയിൽ. ഇവിടെ സമൂഹമൊക്കെ ഇത് അംഗീകരിച്ചതാണ്. ഇവിടെയുള്ള നാട്ടുകാർ മുഴുവനും ഇത് അംഗീകരിച്ചതാണ്. കുടുംബങ്ങൾ മുഴുവനും ഇത് അംഗീകരിച്ചതാണ്. നീ മാത്രം വിട്ടുനിന്നാൽ നീ ഒറ്റപ്പെടും, നീ അപമാനിക്കപ്പെടും, നീ വഷളാകും എന്ന ചിന്ത ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ കൊണ്ടുവരുമ്പോ ആളുകൾ എന്ത് ചെയ്യാണ്? അവനും ആ തിന്മയുടെ വേഷമണിയുകയാണ്. അവനും ആ തിന്മയോട് എല്ലാ അർത്ഥത്തിലും അതിന്റെ കൂടെ കൂടിയായി മാറുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ശൈത്താൻ ഇട്ടു തരുമ്പോ സ്വന്തത്തെ പഠിപ്പിക്കേണ്ടുന്ന ഒരു വാചകമുണ്ട്. ഞാനും നിങ്ങളും, ഞാൻ മരണപ്പെട്ട് എന്റെ ഖബറിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ ഒറ്റക്കായിരിക്കും. എന്റെ ഖബറിൽ എന്നെ അടക്കം ചെയ്ത് എന്നോടൊപ്പം വന്നവരൊക്കെ തിരിച്ചുപോയി. മലായിക്കത്തുകൾ എന്നെ വിചാരണക്ക് വേണ്ടി വരുമ്പോഴും ഞാൻ ഒറ്റക്കായിരിക്കും. അവിടെ എനിക്ക് എന്റെ അമല് മാത്രമേ കൂട്ടിനുണ്ടാവുകയുള്ളൂ. എന്നെ തിന്മയിലേക്ക് വലിച്ചഴച്ച, എന്നെ തിന്മയിലേക്ക് ഞാൻ പോകാതിരുന്നപ്പോൾ എന്നെ പരിഹസിച്ചവർ ആരും എന്റെ കൂടെ ഉണ്ടാവുകയില്ല. അവരൊക്കെ ഖബറോളം മാത്രമേ വരികയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട കിടപ്പറ പങ്കിട്ട എന്റെ ഭാര്യ പോലും, എന്റെ ഭർത്താവാണ് ആ കിടക്കുന്നത്. ഇന്നലെ വരെ എന്നോട് ഒട്ടിക്കിടന്ന ശരീരമാണ്, ഞാനും കൂടെ കിടക്കട്ടെ എന്ന് ഒരു പെണ്ണും പറയില്ല, ഒരാണും പറയില്ല. എന്നോടൊപ്പം ശരീരം പങ്കിട്ട എന്റെ പ്രാണപ്രേയസിയാണ് ആ മണ്ണിൽ അലിയുന്നത്, ഞാനും കൂടെ കിടക്കട്ടെ എന്നൊരു ഭർത്താവും പറയില്ല, ഒരു ബാപ്പയും പറയില്ല, ഒരു മക്കളും പറയില്ല. ഒറ്റപ്പെടും എന്ന കാരണത്താൽ റബ്ബിന് വെറുപ്പുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ ചിന്തിച്ചോളൂ, മരിക്കുമ്പോ നമ്മൾ ഒറ്റക്കാണ്. ഖബറിലേക്ക് പോകുന്നത് നമ്മുടെ അമലുകളുമായി മാത്രമാണ്. ഖബറിലും നമ്മൾ ഒറ്റക്കാണ്. അവിടെ വരുന്ന ചോദ്യം നമ്മൾ ഒറ്റക്കാണ് അഭിമുഖീകരിക്കേണ്ടത്. ആരും നമ്മെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല.
ഒരാളും ഇന്ന് നമുക്ക് ലൈക്ക് പറഞ്ഞവർ, ഇന്ന് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും കൈയടിച്ചവർ, ഇന്ന് നമ്മെ നോക്കി പരിഹസിച്ചവർ ഒരാളും അവിടെ നമ്മുടെ കൂട്ടിനുണ്ടാവുകയില്ല. നമ്മൾ മാത്രമായിരിക്കും. അവസാനിച്ചുവോ? അവസാനിച്ചില്ല. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്കുള്ള ഒരു പോക്കുണ്ട്. സൂറത്ത് യാസീൻ അർത്ഥമറിയാതെ ഓതേണ്ടവനല്ല മുസ്ലിം. മുസ്ലിം പഠിച്ചു മനസ്സിലാക്കണം യാസീൻ സൂറത്ത്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഇത്തരത്തിലുള്ള നിലപാടില്ലാത്ത ഒപ്പം കൂടികൾ അവിടെ വെച്ച് കരയുന്ന അട്ടഹാസത്തിന്റെ ഒരു വാക്ക് യാസീനിൽ പറയുന്നുണ്ട്. യാസീൻ പലപ്പോഴും മുസ്ലിമീങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട്, പക്ഷെ ചിന്തിക്കാതെ വെറും നാവുകൊണ്ട് ഇങ്ങനെ യാസീൻ ഓതും. എന്താ അല്ലാഹു അവിടെ പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദന അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. ഹാദാ മാ വഅദ അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന രംഗം മനുഷ്യനാകെ വെപ്രാളപ്പെട്ടുകൊണ്ട് നിലവിളിക്കുകയാണ്. യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ. മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാ ഞങ്ങളെ ഇവിടുന്ന് എഴുന്നേൽപ്പിച്ചത്? എവിടേക്കാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ഞങ്ങൾക്ക് എവിടേക്കും പോകണ്ട, ഞങ്ങൾക്ക് ആരെയും കാണണ്ട. ഖബറിൽ നിന്ന് വിലപിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടുന്നൊരു രംഗം. ആ സമയത്ത് അവരവര് തന്നെ സ്വന്തം മനസ്സിനോട് പറയും, ഇതായിരുന്നല്ലോ ഞങ്ങളോട് അള്ള വാഗ്ദത്തം ചെയ്ത ദിവസം, ഇതായിരുന്നല്ലോ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഒക്കെ ഞങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിരുന്ന ദിവസം, ഇതായിരുന്നല്ലോ എന്ന് പൊട്ടിക്കരയും. പക്ഷേ ഖബറിലെ പൊട്ടിക്കരയലും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുമ്പോഴുള്ള പൊട്ടിക്കരയലുകളും കേട്ട് സഹതപിക്കാൻ നമ്മെ നന്മയിലേക്ക്, നമ്മെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ച ബാപ്പയുണ്ടാകില്ല, ഉമ്മയുണ്ടാകില്ല, മകളുണ്ടാവില്ല, മകനുണ്ടാവില്ല, ഭാര്യയുണ്ടാവില്ല, ഭർത്താവുണ്ടാകില്ല, പാർട്ടിക്കാരുണ്ടാവുകയില്ല, ഗ്രൂപ്പുകാരുണ്ടാവുകയില്ല, ആരും ഉണ്ടാകില്ല. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. സൂറത്ത് മറിയം അല്ലാഹു വളരെ വ്യക്തമായി പറയുകയാണ്. എന്താണ് അതിൽ പറയുന്നത്? വകുല്ലുഹും ആതീഹി, എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എല്ലാവരും ചെല്ലുന്നത് ഫർദാ, ഒറ്റക്കൊറ്റക്കായിട്ടാണ്. എന്റെ കണക്ക് ഞാൻ പറയണം. അവിടെ എന്നെ എന്തിലേക്ക് പ്രേരിപ്പിച്ചവരായിരുന്നാലും ആരും അവിടെ കാണുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുസ്ലിമിന് നിലപാടുണ്ടാകണം. അവൻ ചിന്തിക്കേണ്ടത്, ആരെങ്കിലും എന്റെ നന്മകൾക്ക് കേട്ട് കൈയടിക്കുന്നുണ്ടോ, ആരെങ്കിലും എന്നെ പ്രശംസിക്കുന്നുണ്ടോ എന്നല്ല. ആരെങ്കിലും ഞാൻ തിന്മയിൽ പങ്കെടുക്കാത്തതിന് എന്നെ പരിഹസിക്കുന്നുണ്ടോ, കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്നല്ല അവൻ നോക്കേണ്ടത്. റബ്ബേ, ഈ സെക്കൻഡിൽ എന്റെ മേലോട്ട് വലിച്ച ശ്വാസം താഴോട്ട് വരാതിരുന്നാൽ എന്റെ ബന്ധപ്പെട്ട ആളുകൾ എന്നെ എത്രയും വേഗം കുളിപ്പിച്ച് വെള്ളപ്പുടവയിൽ കഫൻ ചെയ്ത് അടുത്ത ഖബറിസ്ഥാനിലേക്ക് കുഴികുത്താൻ ഓർഡർ ചെയ്ത് ആ ഖബറിൽ എന്നെ കൊണ്ടുപോയി വെക്കും. അവിടെ എന്റെ മക്കളും ഭാര്യയും ഭർത്താവും എല്ലാവരും, ആരും എനിക്ക് തുണയാവില്ല. പിന്നെ ഞാനാണല്ലോ, ഞാൻ ഒറ്റക്കാണല്ലോ, ഞാൻ എന്തെന്റെ റബ്ബിനോട് മറുപടി പറയും? ഈ ചിന്തയില്ലാത്തവർക്ക് നിലപാടുണ്ടാവില്ല എന്നാ ഞാൻ പറയുന്നത്. ഈ ചിന്തയുണ്ടോ, അവന് നിലപാടുണ്ടാകും. നിലപാടില്ലാത്ത ആളുകളെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിതാ ചില അധികാരികളും ചില രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ അവർ മുസ്ലിം പേരുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അവർക്ക് അധികാരം കയ്യിൽ വന്നപ്പോ അവർ നിലവിളക്ക് കൊളുത്താൻ പലരും തയ്യാറാകുന്നു. നിലവിളക്ക് കൊളുത്തേണ്ടുന്നതിന്റെ ഒരു നിലപാട്, ഒരു മുസ്ലിമാണെങ്കിൽ ഒരാൾക്ക് നിലവിളക്കിനോടൊരു നിലപാടുണ്ടായിരിക്കണം. അതെന്താ നിലപാട്? അതൊരു അമുസ്ലിമീങ്ങളുടെ, ഹിന്ദുക്കളുടെ ഒരാചാരമാണത്. അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണത്. അവരാ വെളിച്ചത്തിലൂടെ ചില ഐശ്വര്യങ്ങൾ, അതിൻ്റെതായ ചില ദേവതകളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അവരാഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ ട്യൂബ് ലൈറ്റുകളും ബൾബുകളും നിയോൺ ബൾബുകളും ഇലക്ട്രിക് സംവിധാനങ്ങളും ഉള്ളയിടത്തും അവര് തട്ടുകളുള്ള നിലവിളക്കിൽ മര്യാദകൾ പാലിച്ച് വലത് കൈയിൽ ഇടത് കൈയൊന്ന് താങ്ങി ചെരിപ്പൂരി നിന്ന് ചില ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് ഭവ്യതയോടെ അവർ വിളക്ക് കൊളുത്തുന്നത് അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് അവര് ചെയ്യണം, അവരത് ചെയ്യട്ടെ, അവരത് ചെയ്യാതിരിക്കേണ്ടതില്ല, നാം കുറ്റപ്പെടുത്തേണ്ടതുമില്ല. പക്ഷേ ഒരു മുസ്ലിം അങ്ങനെയാവേണ്ടതുണ്ടോ? മുസ്ലിമിനൊരു ഐഡന്റിറ്റി ഇല്ലേ? മുസ്ലിമിന് അവന്റെ ഒരു വിശ്വാസമില്ലേ? അവനൊരു നിലപാടില്ലേ? ആ നിലപാടിൽ അവൻ ഉറച്ചു നിന്നാൽ ആരാണതിന് എതിര് പറയുക? ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, എനിക്കത് ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നവർക്ക് ചെയ്യാം. ഞാൻ നിലവിളക്ക് തട്ടിമറിക്കാൻ പോകുന്നില്ല, അതിവിടെ പാടില്ല എന്ന് പറയാൻ പോകുന്നില്ല. ചെയ്യുന്നവര് ചെയ്യട്ടെ, ഞാൻ മാറി നിൽക്കുന്നു.
അതെന്റെ നിലപാടാണ്. നിലപാടുള്ള ആ ഒരു ജീവിതമാണ് ഒരു മുസൽമാൻ ഉണ്ടായിരിക്കേണ്ടത്. അതല്ലെങ്കിൽ അധികാരമില്ലാത്തപ്പോൾ കുറ്റപ്പെടുത്തുകയും അധികാരം കയ്യിൽ വരുമ്പോൾ പിന്നെ ഒപ്പം കൂടികളായി ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി വീണ്ടും ആ ഹൈന്ദവ ആചാരപ്രകാരം ആ സഹോദരങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് സാധ്യമാകുന്നത്? ഓരോരുത്തരും ചിന്തിക്കണം. ഇതാരെയും കുറ്റപ്പെടുത്തുവാനല്ല പറയുന്നത്. മുസ്ലിമിന് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലപാട് ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ. അവൻ മുസ്ലിമാണ്, നിലപാടുള്ളവനായിരിക്കണം. ഒഴുക്കിനനുസരിച്ച് നീന്താൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധ്വാനങ്ങളും പ്രയാസങ്ങളും ഒന്നും ആവശ്യമല്ല. ഒഴുക്കിനെതിരെ നീന്താൻ പ്രയാസപ്പെടേണ്ടി വരും, അതിന് കുറച്ച് ത്യാഗം സഹിക്കേണ്ടി വരും എന്നാണ്. മതേതര രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഒരു മതവും പ്രത്യേകമായി അനുഷ്ഠിക്കണമെന്ന് ഈ രാജ്യം നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ ഭരണഘടനയും അത് ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നിവസിക്കുന്ന ആളുകളിൽ മതവിശ്വാസികളുണ്ട്, ഒരു മതത്തിലും വിശ്വസിക്കാത്ത നിരീശ്വര നിർമ്മതവാദികളുണ്ട്, പല വിശ്വാസക്കാരുണ്ട്. ഓരോരുത്തരും അവരവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും മാനവികമായ കാര്യങ്ങളിലൊക്കെ ഒന്നായി ചേർന്ന് സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സുന്ദരമായ ആ ഒരവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് ഇതുവരെയും നിലനിന്ന് പോന്നത്, ഇതുവരെയും നിലനിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. നേരെ മറിച്ച് തന്റേതായ വാക്കുകൾക്ക്, ഇന്നലെ പറഞ്ഞ വാക്കുകൾ ഞാനൊരു ഭംഗി വാക്കായി പറഞ്ഞതാണെന്നും ഒരു ചൊറുക്കിനായി പറഞ്ഞതാണെങ്കിലും കയ്യും കാലും മാറ്റാൻ കഴിയില്ലല്ലോ, വാക്കല്ലേ മാറ്റാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള കാപട്യത്തിന്റെ ഒരു സ്വഭാവവും ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നമുക്കൊരു ഐഡന്റിറ്റി, നമുക്കൊരു മതവിശ്വാസമുണ്ട്. അവിടെ നമ്മളായിട്ട് നിന്നാൽ ആരും കുറ്റപ്പെടുത്തൂല. ഏത് മേഖലയിൽ ഒരു തിന്മൊരാൾ ചെയ്യുന്നുണ്ടാകും, ചിലപ്പോൾ നിർബന്ധിതമായി. ഉദാഹരണം, മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. നമ്മൾ മദ്യം കഴിക്കുന്നില്ല, പക്ഷെ മദ്യം വിളമ്പുന്ന ഒരു സദസ്സിൽ ആ പാർട്ടിയിൽ നമ്മളും പോയിട്ട് ഇരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കുടിക്കുന്നില്ലല്ലോ എന്നുള്ളത് ന്യായമല്ല എന്നവിടെ മനസ്സിലായില്ലേ? പക്ഷേ ചില നിർബന്ധിതാവസ്ഥകൾ ഉണ്ടാകും. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, പ്രവാസികളാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റുകളിൽ തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കുന്ന സുഹൃത്ത്, അയാൾ ഇഷ്ടം പോലെ മദ്യം വാങ്ങി കഴിക്കുന്നുണ്ടാകും. ഞാൻ അയാളെ കൂടെ ഇരിക്കൂല എന്ന് പറഞ്ഞ് എനിക്ക് യാത്ര പോകാതിരിക്കാൻ കഴിയുമോ? കഴിയില്ല. റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ ആണും പെണ്ണും ഇടകലർന്ന് നിൽക്കേണ്ടുന്ന നിർബന്ധ സാഹചര്യങ്ങൾ വരും. അതേപോലെ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഒരുപാട് ഘട്ടങ്ങളിൽ നിർബന്ധിത സാഹചര്യങ്ങൾ ഉണ്ടാകും. നിർബന്ധിത സാഹചര്യങ്ങളുടെ വിധിയും വിലക്കുകളും വേറെയാണ്. ഞാനായിട്ട് കരുതിക്കൂട്ടി തിന്മയുടെ ഒപ്പം കൂടിയായി മാറുന്നതിന്റെ വിധി വേറെയാണ് മുസ്ലിമേ. അത് പഠിക്കാനും വേർതിരിച്ചറിയാനുമുള്ള തന്റെ ഇടം, വിവേകം ഈ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരവർ ചെയ്യുന്ന ഏത് തോന്നിവാസങ്ങൾക്കും ന്യായീകരണങ്ങൾ പടച്ചുണ്ടാക്കും. പക്ഷേ സർവ്വ ന്യായീകരണങ്ങൾക്കും അല്പായുസേയുള്ളൂ, അത് നമ്മുടെ മരണം വരെയാണ്. നാക്കിട്ടടിച്ച നാവുകളൊക്കെ നിശ്ചലമാകുന്ന ഒരു ദിനം വരാനുണ്ട്, അത് പരലോകമാണ്. ഇന്ന് നമുക്ക് ഏത് തിന്മകളെയും വെളുപ്പിക്കാൻ നമുക്ക് നാവുകളുണ്ട്, പണമുണ്ട്, അധികാരമുണ്ട്, ആൾബലമുണ്ട്. പരലോക കോടതിയിലെത്തുമ്പോ ഇതിനൊന്നും വിലയില്ല മക്കളെ. സൂറത്ത് യാസീൻ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, അൽ-യൗമ നഖ്തിമു, നാം സീൽ വെക്കുന്ന ദിവസം. അല്ലാഹു പറയാണ്, യാസീൻ ഓതുമ്പോ ശരിക്കും ചിന്തിച്ചോദിക്കോ, അൽ-യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നാം അവരുടെ വായകൾക്ക് മുദ്ര വെക്കുന്ന ദിവസം. അല്ലാഹു പറയുന്നു, അൽ-യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ, മിണ്ടാതിരിക്കടാ, ഇനി സംസാരിക്കേണ്ടത് നിന്റെ കൈയാണ്. വതുകല്ലിമുനാ, പിന്നെ നമ്മളോട് സംസാരിക്കുന്നത് ഐദീഹിം, അവരുടെ കൈകളായിരിക്കും. വതശ്ഹദു, പിന്നീട് വിറ്റ്നസ് പറയുന്നത്, സാക്ഷി പറയുന്നത് അവന്റെ കാലുകളായിരിക്കും. പടച്ച റബ്ബാ പറയുന്നത്, വിശ്വാസമുള്ളവരോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്, അതല്ല ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്നാണോ? അവരോട് എനിക്ക് സംസാരമില്ല. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്നത് മോമിനീങ്ങളാണല്ലോ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ മോമിനീങ്ങളാണല്ലോ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാരാണല്ലോ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ, നമ്മൾ ചാടിയാൽ എത്ര വരെ തുള്ളും? നമ്മൾ മതിമറന്ന് ആറാടിയാൽ എത്ര വരെയാണ് നമ്മൾ തുള്ളുക? എത്ര വരെയാണ് നമ്മൾ ഈ ആറാട്ടവും ചാഞ്ചാട്ടവും അതുപോലെ തന്നെയുള്ള നെകളിപ്പും കാണിക്കുക? എല്ലാം അടങ്ങുന്ന ഒരു നിമിഷമുണ്ട്. അന്ന് മരിക്കുന്ന നേരത്ത് അട്ടഹസിക്കും, അന്ന് ഖബറിൽ വെച്ച് അട്ടഹസിക്കും,
അന്ന് പരലോകത്ത് വെച്ച് അട്ടഹസിക്കും. അല്ലാഹുവേ ലൗ കുന്നാ നസ്മഉ, ഞങ്ങളോട് ഇതൊക്കെ ഉപദേശിച്ചിരുന്ന കുറെ ഉപദേശികൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബി സഈർ, ഞങ്ങൾ ഈ കത്തിയാളുന്ന നരകത്തിയിൽ വരേണ്ടിയിരുന്നില്ലല്ലോ എന്ന് കരയുമ്പോ അള്ളാഹുവിന്റെ മറുപടി ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇഖ്സൗ ഫീഹാ, മിണ്ടാതിരിക്കടാ, വലാ തുകല്ലിമൂൻ, ഒരക്ഷരം എന്നോട് സംസാരിച്ചു പോകരുത്, നിന്യനായി നരകശിക്ഷ നീ അനുഭവിച്ചോളൂ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഏറെ ബഹുമാനിക്കുന്ന അള്ളാഹ് പറഞ്ഞ വാചകങ്ങളായി കേട്ടത്, അവന്റെ ഗ്രന്ഥത്തിലുള്ള ആയത്തുകളായി കേട്ടത്, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, രാത്രി ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾ വിളക്കണക്കാതെ കിടക്കരുതേ, കാരണം ദുന്യാവിലെ തീ പോലും എന്റെ സമൂഹത്തിലെ മെമ്പർമാരെ ശരീരത്തിൽ ഉണ്ടാകരുതെന്ന് പേടിച്ച മുത്ത് മുസ്തഫ നമ്മളോട് പറഞ്ഞ വചനങ്ങളാണ് ഈ കേട്ടത്. ഇത് ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവർ ഉൾക്കൊള്ളുക. ദൗത്യം നിർവഹിക്കപ്പെട്ട് കഴിയും. പറയേണ്ടവർ പറയേണ്ടത് പറയും. ഉൾക്കൊള്ളണോ ഉൾക്കൊണ്ടേ, തള്ളണോ കൊള്ളണോ, ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. അള്ളാഹു നമുക്കെല്ലാം അവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ എന്ത് പറയട്ടെ, ആളുകൾ കാണട്ടെ കാണാതിരിക്കട്ടെ, അറിയട്ടെ അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ, പരിഹസിക്കട്ടെ പുച്ഛിക്കട്ടെ, എനിക്കൊരു നിലപാടുണ്ട്, എന്റെ മക്കൾക്കൊരു നിലപാടുണ്ട്, എന്റെ ഭാര്യയ്ക്കൊരു നിലപാടുണ്ട്, എന്റെ ഭർത്താവിനൊരു നിലപാടുണ്ട്. അതെനിക്ക് അയൽപ്പക്കത്ത് നടപ്പിലാക്കാൻ എനിക്ക് കഴിയൂല. കയ്യാങ്കളി എനിക്ക് പറ്റില്ലല്ലോ. കഴിവുള്ളയിടത്ത് അവരവർക്ക് സ്വന്തം തിരുത്താൻ വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ മടങ്ങണം. സർവശക്തനായ റബ്ബ്, അവനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ, എന്നെയും നിങ്ങളെയും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈമാൻ ഹൃദയത്തിൽ എപ്പോഴും തിളക്കമുള്ളതാക്കി നിലനിർത്തണം എന്നാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ത്രം നുരുമ്പെടുത്ത് അതിന്റെ ഇഴകൾ ഓരോന്നായി നഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ എപ്പോഴും തിളക്കത്തോടെ നിലനിന്ന് കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിൽ ഈമാൻ നിലനിന്ന് കിട്ടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് നിലനിർത്തേണ്ട റബ്ബിനോട് സദാ തേടിക്കൊണ്ടിരിക്കണം, ആത്മാർത്ഥമായി. നമുക്ക് ഉത്തരം കിട്ടുന്ന വേളകളിലൊക്കെ അള്ളാഹിനോട് തേടുക, അള്ളാഹുവേ എന്റെ ഈമാൻ പോകാതെ നീ നിലനിർത്തി തരണേ. തന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളെ കുറിച്ചും നമ്മൾ എല്ലാ ഡെയിലിയും കിടക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു? മുഴുവൻ തെറ്റുകളോടും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി തൗബ ചെയ്തുകൊണ്ടായിരിക്കണം കിടന്നുറങ്ങേണ്ടത്. ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ വർദ്ധിപ്പിക്കലാണ് ഈമാൻ നിലനിന്ന് കിട്ടുവാനുള്ള രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ മാർഗം, പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചൊല്ലിപ്പറയാനും തേടാനും നൂറുകണക്കിന് ദിക്റുകളും ദുആകളും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നിലനിർത്തണം. അഥവാ എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് സാധ്യമായില്ലെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കണം. നഷ്ടപ്പെടാൻ ഒരിക്കലും ഇടവന്നുകൂടാ. നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യം നമുക്കൊരു ദിവസം നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് വില കൊടുത്തും നമ്മൾ അതിനെ വീണ്ടെടുക്കാറുണ്ട്. എന്താണ് കാരണം? എനിക്കതിന്റെ പ്രയോജനം ശരിക്കറിയാം. അതുകൊണ്ട് അത് പോയാൽ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് വീണ്ടെടുക്കും. അതുകൊണ്ട് എല്ലാ ദിക്റുകളും ദുആകളും അർത്ഥം പഠിച്ചറിഞ്ഞ് നമ്മുടെ നിത്യജീവിതത്തിൽ നിലനിർത്തണം. നാലാമത്തെ മാർഗം, ഇൽമിന്റെ മജ്‌ലിസുകളിൽ നിങ്ങൾ ഹാജരാവണം. അള്ളാന്റെ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഉണ്ടാകണം. കാരണം ഉപദേശങ്ങൾ കേൾക്കുമ്പോഴേ മനുഷ്യ മനസ്സുകൾ നന്നാവുകയുള്ളൂ. ഉപദേശങ്ങൾ കേൾക്കുന്നതേ വിശ്വാസിക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അതവന്റെ ഈമാനിനെ വർദ്ധിപ്പിക്കും. വിശ്വാസികൾക്ക്
വിശ്വാസിയായാലും ശരി, ഉപദേശങ്ങൾ കേൾക്കാത്ത ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാൽ അവൻ പിഴച്ചു പോകും. അത്രത്തോളം മാരകമാണ് നമ്മുടെ ലോകത്തിന്റെ അവസ്ഥകൾ. അതുകൊണ്ട് ഇൽമിന്റെ മജ്‌ലിസുകളിൽ നിങ്ങൾ ഉണ്ടാകണം. അഞ്ചാമത്തെ കാര്യം, നല്ല ആളുകളുമായിട്ടായിരിക്കണം നിങ്ങളുടെ ആത്മാർത്ഥമായ സൗഹൃദം. നിലപാടുള്ളവരുടെ കൂടെ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ഉണ്ടാകേണ്ടത്. അവസരത്തിനനുസരിച്ച് നിറം മാറുന്ന ആളുകളോടൊപ്പം നിങ്ങൾ സൗഹാർദ്ദത്തിന് പോകരുത്. നിങ്ങളുടെ ആത്മാർത്ഥ ക്ലോസ് ഫ്രണ്ട്സുകൾ എപ്പോഴും നിലപാടുള്ളവരായിരിക്കണം. അവരുടെ കൂടെയാകുമ്പോ നിങ്ങൾക്കും ആ ഒരു നല്ല സ്വഭാവം ഉണ്ടാകും. അതല്ലെങ്കിൽ ഒപ്പം കൂടികളുടെ കൂടെയാണ് നമ്മളും കൂടുന്നതെങ്കിൽ നമ്മളും അറിയാതെ ഒപ്പം കൂടി എന്ന സ്വഭാവക്കാരനായി, അവസരവാദി എന്ന സ്വഭാവക്കാരനായി നമ്മളും അതപ്പതിക്കും. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എത്രയോ പരിഹാര മാർഗങ്ങളുണ്ട്. നമ്മളൊക്കെ ഖുർആൻ ഓതേണ്ടവരാണ്, ഓതുന്നവരാണ്, പഠിക്കേണ്ടവരാണ്. പ്രിയമുള്ളവരെ, എത്ര പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മളൊക്കെ ഈ ഒരു സമയം റബ്ബിന്റെ മസ്ജിദിൽ വന്നിരുന്ന് ജുമാക്ക് പങ്കെടുക്കുന്ന, ഉപദേശങ്ങൾ കേൾക്കുന്നതൊക്കെ ആരെയും കാണിക്കാനല്ലല്ലോ, നമ്മുടെ റബ്ബിന് വേണ്ടിയല്ലേ, നമ്മുടെ പരലോകത്തിന് വേണ്ടിയല്ലേ. ആ ചിന്ത ഏത് കാര്യത്തിലും നമുക്ക് നിലനിന്ന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇത് നമ്മൾ ആരെയും കാണിക്കാൻ വരുന്നതല്ലല്ലോ, ആരുടെയെങ്കിലും കയ്യടി കിട്ടാൻ വരുന്നതല്ലല്ലോ. എനിക്ക് എന്റെ കൂലിട്ടണം, അല്ലെങ്കിൽ എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുന്നു വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ ബോധം, ആ ബോധ്യം സദാ റബ്ബ് നമുക്ക് നിലനിർത്തി തന്ന് ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് നല്ല നല്ല സ്വർഗീയ കാഴ്ചകളും കണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തകളും കേട്ട് മരിക്കാൻ സൗഭാഗ്യം കിട്ടുന്ന നല്ലവരിൽ നമ്മയും നമ്മുടെ മക്കളെയും ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു ആക്കി തീർക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ മസ്ജിദ്, നിങ്ങളിരിക്കുന്ന മനോഹരമായ ഈ കാർപ്പറ്റുകൾ ഇവിടെ ഒരു വ്യക്തി ചെയ്ത സംഭാവനയാണ്. ലക്ഷങ്ങൾ വിലയുള്ള ഒരു വലിയ സംഭാവന ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ പള്ളി മുഴുവൻ പുതിയ കാർപ്പറ്റ് വിരിക്കാൻ സാധിച്ചത്. അതാര് എന്നോ ഏത് എന്നോ ഒക്കെ റബ്ബിന്റെ റെക്കോർഡിലുണ്ട്. ആ വ്യക്തിക്കത് ആത്മാർത്ഥമായി അദ്ദേഹം നിർവഹിച്ചതാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ പ്രതിഫലം കിട്ടും. അള്ളാഹു അദ്ദേഹത്തിന് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങളിലൊക്കെ സഹകരിക്കാനും തിന്മയുടെ മാർഗത്തിലേക്ക് ഒരു ഫിൽസ് പോലും കൊടുക്കാതെ വിട്ടുനിൽക്കുവാനും അതിനുള്ള ഈമാനികമായ കരുത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.